നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും കൈവിട്ട കോൺഗ്രസ് നേതൃത്വം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിന് പകരം തികച്ചും അപ്രത്യക്ഷനായ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCയും ഇപ്പോൾ പദ്ധതിയിടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ഗുരുതരമായ ക്രിമിനൽ കേസുകളും അത് പാർട്ടിക്കുണ്ടാക്കിയ കടുത്ത പ്രതിച്ഛായ പ്രശ്നങ്ങളുമാണ് നേതൃത്വത്തെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ഒരാളെ വീണ്ടും മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ പൊതുവികാരം ശക്തമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിവാദ നായകനായ രാഹുലിനെ മാറ്റി നിർത്തുന്നതിലൂടെ മാത്രമേ വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന നേതൃത്വം കണക്കുകൂട്ടുന്നു. വിവാദങ്ങളിൽ പെടാത്ത ജനസമ്മതിയുള്ള ഒരു പുതിയ മുഖത്തെ അവതരിപ്പിക്കുന്നതിലൂടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യത്തിന് വലിയ മുൻഗണനയാണ് പാർട്ടി നൽകുന്നത്. രാഹുലിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതി ഉയർത്തിയ ധാർമ്മിക പ്രശ്നങ്ങൾക്ക് മറുപടിയായി ഒരു വനിതയെ തന്നെ കളത്തിലിറക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം ജനുവരി അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്ഥാനാർത്ഥി പട്ടികയിൽ ഒട്ടേറെ പ്രമുഖരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. നിലവിൽ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുകയാണ്. എങ്കിലും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാത്തത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പുറത്താക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പാർട്ടിയുടെ പേരിൽ തുടരുന്നത് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് DCCയുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചായിരുന്നു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ജില്ലയിലെ നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യം അന്ന് തഴയപ്പെട്ടു. ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ P സരിൻ അടക്കമുള്ള യുവ നേതാക്കൾ പാർട്ടി വിട്ടത് വലിയ വാർത്തയായിരുന്നു. അന്ന് BJP സ്ഥാനാർത്ഥിയെ 18,840 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. എന്നാൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 1 വർഷം തികയുന്ന ദിനത്തിൽ തന്നെ പുറത്തുവന്ന ലൈംഗിക അതിക്രമ പരാതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കരിനിഴൽ വീഴ്ത്തി. പരാതി ഉയർന്നതിന് പിന്നാലെ അറസ്റ്റ് ഭയന്ന് തുടർച്ചയായ 38 ദിവസമാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞത്. ഇത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെയും ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും ബാധിച്ചു. ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. 2 ലൈംഗിക അതിക്രമ കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് രാഹുൽ വീണ്ടും പൊതുരംഗത്ത് സജീവമായത്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മണ്ഡലത്തിലെത്തി നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിനും ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹം താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം ഇതിൽ അതൃപ്തരാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു. UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടാൻ അദ്ദേഹം എത്തിയെങ്കിലും പലയിടങ്ങളിലും പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. രാഹുലിന്റെ സാന്നിധ്യം വോട്ട് കുറയ്ക്കുമോ എന്ന ആശങ്ക പല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു നേതാവിനെ പരിഗണിക്കണമെന്ന ആവശ്യം DCC വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ഇറക്കുമതി സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും മണ്ഡലവുമായി അടുത്ത ബന്ധമുള്ളവർ വരണമെന്നുമാണ് ഇവരുടെ നിലപാട്. രാഹുലിനെ ഒഴിവാക്കുന്നതിലൂടെ BJPക്കും CPMനും ലഭിക്കാവുന്ന വലിയൊരു രാഷ്ട്രീയ ആയുധം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. സ്ത്രീ സുരക്ഷയും ധാർമ്മികതയും പ്രധാന ചർച്ചാ വിഷയമാകുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയായാൽ അത് സംസ്ഥാന വ്യാപകമായി UDFനെ ബാധിക്കുമെന്ന് നേതാക്കൾ ഭയപ്പെടുന്നു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. രാഹുലിന്റെ കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ടെന്ന കർശന നിലപാടാണ് കേന്ദ്ര നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചർച്ചകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു നീക്കം നടത്തിയാൽ അത് BJPക്ക് ഗുണകരമാകുന്നതിനാൽ UDF വോട്ടുകൾ ഏകീകരിക്കാൻ ശക്തമായ പ്രചാരണം വേണ്ടിവരും. മണ്ഡലത്തിലെ സാധാരണ പ്രവർത്തകർക്കിടയിലും വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ആവേശത്തോടെ ജയിപ്പിച്ച് അയച്ച ജനപ്രതിനിധി ഇത്തരമൊരു വിവാദത്തിൽ അകപ്പെട്ടത് തങ്ങൾക്ക് തല താഴ്ത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയെന്ന് പലരും പരാതിപ്പെടുന്നു. പാലക്കാട്ടെ സർപ്രൈസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ കൊഴുക്കുകയാണ്. ഹൈബിയുടെ ഭാര്യ അന്ന ലിൻഡ തുടങ്ങി പല വനിതാ നേതാക്കളുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. പാലക്കാട് നഗരസഭയിലെ BJP ഭരണവും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരാളെയാണ് കോൺഗ്രസ് തിരയുന്നത്. സമുദായ സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെ രാഹുലിനെ വെട്ടിമാറ്റാനുള്ള തീരുമാനം പാർട്ടികളിലെ ഗ്രൂപ്പ് പോരുകൾക്ക് അറുതി വരുത്തുമോ അതോ പുതിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കോൺഗ്രസ് സ്കോപ്പ് കൂട്ടുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നതിൽ സംശയമില്ല.